രാവിലത്തെ ഇത് തുടച്ച് തീരും. എന്താണ് തുടച്ച് ഇല്ലാതാക്കൂ? എവിടെയായിരുന്നു ഇത്ര നേരം? PTA മീറ്റിങ്ങിന് പോയതല്ലേ? അവിടെ എത്തിയപ്പോ ഓന്റെ ടീച്ചറൊക്കെ ചോദിച്ചു നിങ്ങളെവിടെ, കുട്ടീനെ അവിടെ ചേർക്കാൻ വന്നപ്പോ വന്നാണ്, പിന്നെ വന്നിട്ടില്ലാന്ന്. ഈ ഒരു കാര്യം ചെയ്യ്, ആ ടൈലർ ഷോപ്പിലേക്ക് ടീച്ചറിനോട് വന്നിരിക്കാൻ പറയും. ഞാൻ അവിടെ സ്കൂളിൽ പോയിരിക്കാം. വേണമെന്ന് വെച്ച അതിനൊക്കെ നേരെ കണ്ടുപിടിക്ക. വേറെ സംഭവം ഉണ്ട്, നോക്ക്. എന്താ പെരുന്നാളാ? അതല്ല, ഇന്റെ മാമാന്റെ മോനില്ലേ ഒരു ഇക്ബാലി. ഇന്റെ മാമാന്റെ മോൻ എന്താണ് മൂപ്പരെ PTA പ്രസിഡന്റ് ആക്കി. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടല്ല, നിങ്ങളിത് അങ്ങോട്ട് നോക്ക്. എന്താണ് പറയ്? സ്കൂളിലുണ്ടല്ലോ എല്ലാ ടീച്ചർമാർക്കും എല്ലാ കാര്യത്തിനും ഇക്ബാല് വേണോ? അങ്ങനെയൊക്കെയാണെന്നിപ്പോ നോക്കങ്ങട്ട്. അവിടെ ഒരു ആനിവേഴ്സറി വന്നാല് തോരണൊക്കെ അവിടെ കെട്ടണോ, ആരൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ, ഓരിക്കെന്ത് കൊടുക്കണോ, ചായ കൊടുക്കണോ, വെള്ളം കൊടുക്കണോ, അതല്ലാന്ന് അത്രക്ക് നേതൃത്വ പാഠമാണ്. ആണിക്ക. ഒന്നാമത്തെ കാര്യം മൂപ്പര് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പ്രസംഗം, പാട്ട്, പിന്നെന്താണ് കവിത എഴുത്ത്, ഇതിനൊക്കെ ഫസ്റ്റ് ആർന്ന്. സ്കൂളിൽ വന്നിക്കണോ അല്ല, മൂപ്പര് വലിയ ബിസിനസ്സുകാരനാ. നിങ്ങക്ക് അറിയാഞ്ഞിട്ടാണ്, നിങ്ങളെ പോലെ ഇല്ല. ശരിക്കുണ്ടല്ലോ മൂപ്പരൊരു മമ്മൂട്ടിയാ. ആണ്, കണ്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ മുടിയൊക്കെ നല്ല പടച്ചീവി, നല്ല ഷർട്ടും ഉണ്ട്, അതൊക്കെ നോക്കി കണ്ടി. അത് മതി. തേച്ച് നല്ല വടിയായിട്ട് ഇങ്ങനെ നടക്കൂ. പിന്നെന്താണ് എല്ലാരോടുള്ള പെരുമാറ്റം. നിങ്ങളെ ദേശീയ പെരുമാറ്റം കിടന്ന് വിൽക്കില്ലേ അമ്മാരൊന്നല്ല. ഇനിയിപ്പൊ അഥവാ എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പുറത്ത് കാണിക്കില്ല. എല്ലാരോടും ചിരിച്ച് നല്ല രീതിയിലാണ് പെരുമാറാ. ഇവിടെ എലക്ഷന് നിന്നാ മൂപ്പൻ ജയിക്കൂ. അതിപ്പോ വേണമെന്ന് വെച്ചാ മൂപ്പൻ. പിന്നെ വേറെ കാര്യമുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് മൂപ്പർക്ക്. ഇന്ന് തന്നെ പറയണം, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം എത്രയോ പേർക്ക് വീൽ ചെയർ കൊണ്ട കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് പോവാണേ. ഇങ്ങനെ നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഇങ്ങനത്തെ കൊറേ മനുഷ്യന്മാരൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ മനസ്സ് ഞങ്ങളുടെ അടുത്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ, കുഷ്ടായിരിക്കും മനസ്സിൽ. കുഷ്ടം പിന്നെ ഒരു കുഷ്ടല്ല, നല്ല മനുഷ്യൻ തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കെട്ടി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മനുഷ്യരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇക്ബാലിന്റെ മാരിയോ? അല്ല, നിങ്ങളെ മാരി. വർത്താനം പറയണ സ്കൂളിൽ പോയി വന്ന കുട്ടറ കാര്യല്ല പറഞ്ഞത്, ഇക്ബാലിന്റെ കാര്യ പറഞ്ഞത്. പിന്നെ പറയാനുള്ള പറയണ്ടേ? നിങ്ങൾക്ക് പോവായിരുന്നല്ലോ സ്കൂളിൽ, പോയില്ലല്ലോ. നിങ്ങളെ പോലെ ഇല്ല ഇക്ബാലിക്ക, നല്ല ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ് എന്നാണ് ഞാൻ പറയണത്. പിന്നുണ്ടല്ലക്ക, ഇക്ബാലിക്ക പറയല്ലേ ആ സ്കൂളിലെ കഞ്ഞിപ്പുരന്റെ ആ വാതിൽ കേടായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ മീറ്റിങ്ങില്? മൂപ്പര് പറയണേ മൂപ്പരെ പൈസ കൊടുത്ത് അങ്ങ് ശരിയാക്കിക്കോളാന്ന്, കുട്ടികളുടെ കാര്യല്ലേന്ന്. ആശാരിപ്പണി ഒന്നല്ല, നല്ല മനസ്സുള്ളോണ്ടാണ്. നിങ്ങൾ എന്നാ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടോ? ഒന്നും ചെയ്യണില്ലല്ലോ. നല്ല മനസ്സില്ലാന്നേ. ടൈലർ ഷോപ്പ് കൊണ്ട് എന്റെ മനസ്സ് കാണിക്കാൻ പറ്റുമോ? എന്റെ ഇക്ബാലിന്റെ മനസ്സുമാരി എന്തിനാ സകല നാട്ടുകാരെയും പറ്റിച്ചിട്ട് കായ് ഉണ്ടാക്കിണ്ടാവും. ആ കായ് അലവാക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ആരെയും പറ്റിച്ചിട്ടൊന്നല്ല, നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് കേട്ടാ. നിങ്ങൾ വെറുതെ അറിയാത്ത കാര്യമൊന്നും പറയൊന്നും വേണ്ട. സാരി പോയി മാറ്റിയിട്. ഇതന്നെ ഉടുത്ത് വന്നിട്ട് ഇവിടെ എന്നെ കുത്തിയിരിക്കണം. എന്താണ് അത്? പോയി മാറ്റിയിട്. സ്കൂളിൽ പോയി വന്നല്ലേ. ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കണേന് എന്താണ്? തന്നെ പറയണം. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ കൊള്ളില്ല. പറയണ കാര്യങ്ങൾ നന്നാവണ്ടേ? ഇല്ലാണ്ട് ആവശ്യമില്ലാത്ത എവിടെ കിടക്കണ ഇക്ബാലിന്റെ കാര്യമാണ് എന്നോട് വന്ന് പറയുന്നത്. നല്ല കാര്യം തന്നെയാ പറഞ്ഞത്. ഏതാ ഈ ഹംക്ക് ഇക്ബാല് വെച്ചാല്? ഈ അത് ഹംക്കിങ്ങളാണ് ബാക്കിയുള്ളവരുടെ നാണം കിടത്തുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ഇതവിടെ പരത്തി വെച്ചത് കൊണ്ടുപോയി ചൂട്. എവിടേക്ക് കഴിയണത്? എത്ര 3 എണ്ണേ ആയിട്ടുള്ളൂ. ഇതാക്കല്ലേ ഒരു സ്പീഡില്ല നിങ്ങൾക്ക്. എന്താ? എനിക്ക് അടക്കള പണിയാണ്.
ഞാൻ എന്നെ സഹായിക്കണല്ലേ. ഇത് ചൂടണ്ടേ? ആ ഉള്ളത് കൊണ്ട് ചൂട് ഇപ്പൊ തൽക്കാലോ അപ്പഴേ ചൂടും റെഡിയാക്കാം. ഇത് 3 എണ്ണം ആവുമ്പോഴേക്ക് കല്ല് ചൂടായി പോയില്ലേ, പിന്നെന്ത് ചെയ്യൂ? ഇന്നോട് ചൂടാവാൻ നിൽക്കാണ്ട് എല്ലാ ചപ്പാത്തി കൊണ്ടുപോയി ചൂട്. അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ ചെയ്തോളാം. അപ്പൊ കേക്കില്ല. അത് വേണ്ട, പന്നെ സഹായിക്കപ്പോ ഒഴിവുള്ളപ്പോഴും തന്നെ പറ്റുള്ളൂ. ആ ആരാ ജോസുട്ടിയാ? ഇങ്ങോട്ട് പോലെ അടുക്കളയിൽ പണിയിലാണ്. അത് കുഴപ്പമില്ല. ജോസുട്ടി കണ്ടാൽ ഇപ്പൊ എന്താണ് ഇവിടെ എന്താ പരിപാടി? ഇവിടെ ചപ്പാത്തി ഒന്നും ഇവിടെ ഒന്ന് സഹായിക്കാണ്. ആ ഷർട്ട് തയ്ച്ചാ തെറ്റിപ്പോ, ഇതെങ്കിലും ഒന്ന് നേരെ ചൊവ്വ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ രസമല്ല. ഇതൊക്കെ എന്താ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ ഈ പണി? എന്റെ ഭാര്യ വേറെ പണിയുണ്ടല്ലേ, അപ്പൊ അതില്ലല്ലോ. പിന്നെ ഒന്നും വേണ്ട, അത് ഞാൻ വന്നേ വരിക. നമ്മുടെ കൂടെ പഠിച്ച ശ്രീദേവി ഇല്ലേ, UP സ്കൂളിൽ പഠിച്ച കപ്പിളാട്ടുള്ള. അപ്പൊ മിനിയാന്ന് ശ്രീദേവിനെ കണ്ട്. അപ്പൊ നമ്മുടെ UP സ്കൂളിൽ നമ്മുടെ സ്റ്റാൻഡേർഡിൽ പഠിച്ച എല്ലാരും കൂടി ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചിട്ടുണ്ട് മറ്റന്നാള്. അപ്പൊ എന്റെയും വാസൂട്ടിയുടെയും പരീക്ഷയുടെ നമ്പർ ഉണ്ടായില്ല അവളുടെ അടുത്ത്. അപ്പൊ വന്ന് വീട്ടിൽ പറയുക. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും കൂടി അതിൽ പങ്കെടുപ്പിക്കണം, അതിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചേക്കാണ്. എല്ലാരും പറഞ്ഞ നമ്മ 3 പേരും പോണം, അവരെല്ലാരും പങ്കെടുക്കുമല്ലേ സ്കൂളിന്റെ. ആ ഞാൻ വന്നാ ശരിയാവില്ല. അവരൊക്കെ ഇപ്പൊ വലിയ വലിയ പണിയും ജോലിയൊക്കെ ഉള്ള ആൾക്കാരാവും. അതിന്റെ ഇടയിൽ നമ്മളെ പോലുള്ള ആൾക്കാര് ഞാൻ ഈ തുന്നക്കാരനായിട്ട് എന്റെ ഇടയിൽ വന്നിരിക്കട്ടെ. അതിന് നമ്മൾ തുന്നക്കാരനാണെന്ന് അവിടെ വിളിച്ചു പറയാൻ ആര് പറഞ്ഞു? നമ്മൾ ഇച്ചിരി ഗംഭീരനായിട്ട് പറയണം, ഇച്ചിരി കയറ്റി പറയണം. ഞാനിപ്പോ മനസ്സിൽ ഓർത്തേക്കണത് നമ്മുടെ വാസൂട്ടിന എഞ്ചിനീയർ ആണെന്ന് പറയാം. ബിൽഡിംഗ് എഞ്ചിനീയർ. ഒന്ന് കുളിച്ചാത്രായി ചെന്നാ മതി, അവനെന്താ ഒരു കുറച്ചില്. കാര്യം അണ്ടർവെയർ മാത്രമേ ഉള്ളെങ്കിലും അതൊരു തയ്യക്കടയല്ലേ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെന്ന് പറയണം. ഞാൻ റിയൽ എസ്റ്റേറ്റ് ഓണർ. എന്തായി ഒരു കള്ളം പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് പോയിക്കോ. അത് തന്നെ. ഒന്നും നടക്കണ കാര്യല്ലടാ. അത് നമ്മള് ചെല്ലണമെന്ന് ഉറപ്പ് പറഞ്ഞേക്കല്ലേ. നമ്മള് ചെല്ലണമെന്ന് ഉറപ്പ് പറഞ്ഞേക്കല്ലേ. നമ്മള് ചെല്ലണമെന്ന് വെച്ചാല് നമ്മളിപ്പോ വേണോ ചെല്ലുന്ന നല്ലൊരു കാര്യല്ലേ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇക്ബാലൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറഞ്ഞാൽ നടക്കേണ്ടതാണ്. പഴയ ആൾക്കാരെ കാണാ, പഴയ കഥകൾ പറയാ അല്ലേ. പിന്നെ ഇതൊന്നും മിണ്ടാണ്ടിരിക്കും. എന്റെ ഇക്ബാൽ കഥ ഒന്നും മിണ്ടാണ്ടിരിക്കോ? എപ്പാ തുടങ്ങിയത്? എന്റെ മാവാടെ മോനാണ്. എന്റെ പൊന്നോ, മൂപ്പര് എന്തായാലും പ്രസംഗാണെന്ന് അറിയാമോ. പിന്നെ ഇതാ നിങ്ങള് പോണുണ്ടെങ്കിലുണ്ടല്ലോ നല്ലൊരു കുപ്പായ ഇടണോ. എന്റെ ഇക്ബാലിക്കാനെ പോലെ നല്ല സെറ്റപ്പായിട്ട് ഇറങ്ങിയ മമ്മൂട്ടി തോറ്റു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുപ്പായ ഞാട്ടുണ്ട്. എന്റെ ഇക്ബാലിക്കാ ഇടുന്ന മാറ്റം കുപ്പായിട്ടിട്ടല്ലേ പോവുക. അതിപ്പോ പരീക്കാക്ക് എന്തോ ഒരു കുറവ്, മൂറിച്ചിരി അലമ്പാണെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടാലും. അതെ ഞാൻ ഇല്ലില്ല, മറ്റന്നാൾ 10 മണിക്ക് ഞാനിവിടെ റെഡിയായി വരും. അപ്പൊ ഒന്ന് വൃത്തിയായിട്ട് യാത്രയായി നിൽക്കണം. ഞാൻ പോയി വാസൂട്ടിനോടൊന്ന് പറയട്ടെ, അല്ല വല്ല ഏണി പിടിച്ചിട്ട് വല്ല കുടിച്ചു കൂത്താടി കിടക്കും. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നമ്മള് 3 പേരും ചെല്ലണോന്ന്. അവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്തായാലും പോണട്ടോ. എന്നിട്ട് ഇക്ബാലിക്കാനെ പോലെ നല്ലോണം അങ്ങോട്ട് ഷൈൻ ചെയ്യണോ അവിടെ ചെന്നിട്ട്. എവിടെയാണ്? എന്താ സാധനങ്ങളൊക്കെ ആയിട്ട് എന്താണ്? അതെ, ഒരു പാന്റ് ഷർട്ടാണ്. വേഗം പോയി ഡ്രസ് ചെയ്തിട്ട് പോവാ. വേഗം റെഡിയാവും. നിങ്ങൾ വന്നിട്ട് റെഡിയാവെന്നും പറഞ്ഞ ഇവിടെ നിക്കാണ്. അല്ല ആർക്ക് എനിക്കോ? പാന്റും ഷർട്ടോ? എന്തേ നല്ലതല്ലേ, മോഡേൺ ആയിട്ട് അണിഞ്ഞിരിക്കാൻ നല്ല രസമുണ്ടാവും. എന്ത് വർത്താനാ പറഞ്ഞത്? എന്തിനാ ഞാൻ അതൊക്കെ ഇടുന്നത്? എന്താ ഇട്ടാല് ഈ വേഗം പോയിട്ട് ഡ്രസ് ചെയ്ത് വന്നത്. ഇതിനൊക്കെ പോകുമ്പോ അങ്ങനെ വേണം ഇക്ക. അവിടെ എത്ര ആള് വരുന്നതാ. പിന്നല്ലേ എന്തിനാണ് ഞങ്ങൾ ഈ കായില്ലാത്ത സമയത്ത് ഈ ജാതി പണിക്കൊക്കെ? അതൊന്നിപ്പോ നോക്കണ്ടെന്ന് നോക്കണ്ട, നീ പോയിട്ട്. എന്നാലും എന്നോട് ചോദിച്ചിട്ട് വാങ്ങിയാൽ എന്തിനിപ്പോ ഇത് വാങ്ങിയത് കാശ് കൊടുത്തിട്ട്? ആര് വാങ്ങിയത്? ഇവള് പൈസ തന്നു, ഞാൻ വാങ്ങിച്ചു, അത്ര തന്നെ. എന്താ എനിക്ക് പ്രാന്തായോ?
ഇക്കങ്ങള് പോകുമ്പോ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ പോകണ്ടേ? പിന്നെ സ്റ്റൈലായിട്ട് പോണേ. അതിനിപ്പോ എന്താ നല്ല ഉടുപ്പും കുപ്പായൊക്കെ അല്ലേ? അങ്ങനെയല്ല, ഇക്ബാലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെയാണ്. നല്ല സെറ്റപ്പില് നല്ല സ്റ്റൈലായിട്ട് ചെന്ന് ഇറങ്ങുക. എല്ലാരും ഇങ്ങനെ നോക്കണോ? ഇക്ബാലിക്ക വരുമ്പോ അങ്ങനെയല്ലേ നമ്മളൊക്കെ അങ്ങനെ നോക്കും. അമ്പോ ആരാണ്? അവളുടെ ഒരു മാമാടെ മോണ്ട് ഇക്ബാല്. തൊട്ടവും പിടിച്ചൊക്കെ ഇക്ബാലാണ് ഇപ്പൊ. ഇങ്ങനെ റെഡി ആവുന്നു. ഞാൻ റെഡിയാവാ. അങ്ങനെ വേഗം പോയിട്ട് റെഡി ആവും. സമയം റെഡി ആണെന്ന് നോക്കിക്കണേ. ചിരിയുടെ തരികിട മേളപ്പൂര